ഞാനിന്നേ ഒരു കറി വെക്കാനായിട്ടാണ് പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ കറിയാ, ഇതെന്താ ഇത്രയും സാധനമൊന്ന്. അത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. കുറച്ച് ചക്കക്കുരു ഉണ്ട്, കുറച്ച് മാങ്ങയുണ്ട്, കുറച്ച് ഉള്ളി അരിഞ്ഞതുണ്ട്, പച്ചമുളകുണ്ട്, ഇതാ കൊഞ്ചുണ്ട്. കൊഞ്ച്, ചെറിയ കൊഞ്ച്, ഉണക്ക കൊഞ്ചാണ്. അത് നല്ലവണ്ണം വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന കൊഞ്ചാണ്. അപ്പം ഇത് വെച്ചൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതെന്താണെന്ന്. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കറിയാണ് കൊഞ്ചും മാങ്ങ. കൊഞ്ചും മാങ്ങ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പം അറിയത്തില്ലായിരിക്കാം. പക്ഷേ ചെട്ടിക്കുളങ്ങരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറിയാണ് ഈ കൊഞ്ചുമാങ്ങ എന്ന് പറയുന്ന സാധനം. അതിന് ഒരു ഐതിഹ്യമുണ്ട്. അവരുടെ ഈ കറിക്ക് പ്രത്യേകത വരാനായിട്ട് ഒരു ഐതിഹ്യമുണ്ട്. അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആയിട്ട് അതിൽ ചേർക്കാനുള്ള അരപ്പും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ തേങ്ങ, പിന്നെ കറിവേപ്പിലയും. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനമേ ഉള്ളൂ. ഇനി ഞാനൊരു കാര്യം, ഈ മാങ്ങയും ചക്കക്കുരും ഒന്നും അരിഞ്ഞിട്ടില്ല. അരിഞ്ഞ് തീരുമ്പോൾ ആ ഐതിഹ്യം എന്താണെന്നോ, അരിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഐതിഹ്യം എന്താണെന്നുള്ളതും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഐതിഹ്യം എന്താണെന്നുള്ളത് നോക്കാം. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ പണ്ട് കാലത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ അമ്മമാർക്കൊക്കെ TV, റേഡിയോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ വയലിലും അമ്പലങ്ങളിലും ഉത്സവം വരുമ്പോൾ മാത്രമാണ് അമ്മമാർക്ക് ഏറ്റവും പ്രധാനം. അവർക്ക് ഉറക്കമൊന്നുമില്ലാതെ അവർ പരിപാടി കാണാൻ പോകുന്നു. പണ്ടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ കെട്ടുകാഴ്ച, അങ്ങനെയുള്ള പല പല കാഴ്ചകളുണ്ട്. അങ്ങനെ ഈ അമ്മച്ചിമാരെല്ലാം അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകും. വൈകുന്നേരം ആകുമ്പോഴോ ഉച്ചയ്ക്കോ ഇങ്ങനെയൊക്കെ പോകാറുണ്ട്. അതുപോലെ ഒരു അമ്മച്ചി ഇതുപോലെ തന്നെ ഈ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിരുന്നപ്പോൾ കൊഞ്ചും മാങ്ങ കറികളെല്ലാം പെട്ടെന്ന് വെച്ചിട്ട് അവർക്ക് ഉത്സവം കാണാൻ പോകണം. അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കറികളെല്ലാം ആക്കി. പക്ഷേ ഈ കൊഞ്ചും മാങ്ങ കറി മാത്രം വറ്റിയിട്ടില്ല. വെള്ളത്തിൽ വെച്ചതുകൊണ്ട് വറ്റിയിട്ടില്ല, വെന്ത് കിട്ടിയിട്ടില്ല. കെട്ടുകാഴ്ച കാണാൻ പോവാനാണെങ്കിലോ സമയവുമായി. എന്ത് ചെയ്യാം? അവർ വിചാരിച്ചു എന്തായാലും പോയിട്ട് വരാം, തീയെല്ലാം കുറച്ച് വച്ചിട്ട് അമ്മേ ദേവി കാത്തോളണേ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി എന്ത് ചെയ്തു? ഈ കെട്ടുകാഴ്ച കാണാനായിട്ട് അമ്പലത്തിലോട്ട് അങ്ങ് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ കാഴ്ച എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞതേയില്ല. അമ്മച്ചിയും അറിഞ്ഞില്ല, സമയം പോയി. നോക്കിയപ്പോൾ വളരെയേറെ സമയമായി. അമ്മച്ചി വെപ്രാളപ്പെട്ട് വീട്ടിലേക്ക് ഓടി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ കൊഞ്ചും മാങ്ങ കറിയെല്ലാം നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വാങ്ങി ചൂടോടെ തറയിൽ വെച്ചിരിക്കുന്നു. അമ്മച്ചിക്കാണെങ്കിൽ അത്ഭുതമായി പോയി. എന്താണ്, വീട്ടിലാണെങ്കിൽ വേറെ ആരുമില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ദേവി, ഇതെങ്ങനെയാണ്, ഇതാരാ വാങ്ങി വച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഒരു അശരീരി ഉണ്ടായി. നീ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്, അപ്പോൾ അതിൻ്റെ പരിഹാരം ഞാൻ കണ്ടു എന്ന ഒരു അശരീരി ഈ അമ്മയ്ക്ക് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അമ്മ അങ്ങ് ആകെ എൻ്റെ ദേവിയെന്ന് വിളിച്ച്, പിന്നെ നമുക്ക് അറിയാമല്ലോ ഒരു അരുളിപ്പാടുണ്ടായാൽ പിന്നെ അങ്ങനെ ഈ അമ്മച്ചി എല്ലാവരോടും ഈ കഥകൾ പറഞ്ഞു. അങ്ങനെ ഈ കഥ ഒരമ്മ പറഞ്ഞു, രണ്ടമ്മ പറഞ്ഞു, അങ്ങനെ ചെട്ടിക്കുളങ്ങര കരക്കാർ മൊത്തം ഈ കഥ അറിയാൻ തുടങ്ങി. അന്നു മുതൽ ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ ഉത്സവം തുടങ്ങുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു കറിയാണ് ഈ കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ, ദേവിയുടെ അരുളപ്പാടുണ്ടായ കറിയാണ് ഇത് എന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്ക് ഉള്ളത്. അത് ഇപ്പോഴും അവരെ തുടർന്നു കൊണ്ടേ പോകുന്നു. ചക്കക്കുരു എല്ലാം മാങ്ങ എല്ലാം അരിഞ്ഞു വെച്ചു. പിന്നെ ഐതിഹ്യത്തിൻ്റെ കഥയും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് ചക്കക്കുരുവും കൂടെ ഒന്ന് അരിഞ്ഞതിന് ശേഷം ഞാൻ കറിയിലോട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഐതിഹ്യം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ സമയം ഈ കൊഞ്ച് ഞാനൊന്ന് നല്ലവണ്ണം കഴുകി വെക്കട്ടെ. ചിലപ്പോൾ പൊടി വല്ലതും ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഞാനിതൊന്ന് നല്ലവണ്ണം കഴുകി എടുക്കട്ടെ. കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് പാകം ചെയ്യാനുള്ള ചട്ടിയെല്ലാം അടുപ്പി വെച്ച് നമുക്ക് അതിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കൊഞ്ച്, നമ്മൾ കഴുകിയ കൊഞ്ച് അതിലോട്ടൊന്ന് ഇടുവാനേ. ഇത് വേറെ ജോലി ഒന്നുമില്ല, എല്ലാം കൂടെ ഒരുമിച്ച് ആണ് നമ്മൾ ഇടാനുള്ളത്. ഉള്ളിയും പച്ചമുളകും കൂടെ ഉള്ളത് അങ്ങോട്ട് ഇടുവാണേ. എന്നിട്ട് ചക്കക്കുരു മാങ്ങയും കൂടെ അങ്ങോട്ട് ഒന്ന് ഇടുവാണേ. എന്നിട്ട് എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ, തേങ്ങയും ഞാൻ കാണിച്ചു തന്നല്ലോ, തേങ്ങ, മുളക്, മഞ്ഞ, ഇതെല്ലാം അതെല്ലാം കൂടെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പും ഞാനൊന്ന് ഇടുവാണേ.
എന്നിട്ട് ഇച്ചിരി വെള്ളവും ഉപ്പും കൂടെ തളിച്ച് നമുക്കിതൊന്ന് അടച്ചിടാമേ. ഇതാ ഇച്ചിരി ഉപ്പിട്ടെ, പിന്നെ കൂടാതെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി പതുക്കെ ഇളക്കിയാൽ മതി. കൊഞ്ചിൻ്റെ ഈ ഉണക്ക കൊഞ്ചുള്ളതുകൊണ്ട് അത് പൊടിഞ്ഞു പോകും. അപ്പം ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 6-7 മിനിറ്റ് വേവുമ്പോൾ തന്നെ ഈ കറി റെഡിയാവുമേ. ഇതൊന്ന് വേവട്ടെ. ഇതങ്ങനെ നമ്മളെ കൊഞ്ചും മാങ്ങയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മാങ്ങയൊക്കെ വെന്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കൊഞ്ചിൻ്റെ മാങ്ങയുടെയൊക്കെ കൂടെ ഉള്ളൊരു നല്ലൊരു മണവും വരുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ കൊഞ്ചും മാങ്ങയും വാങ്ങാം. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് കഴിയട്ടെ. ഇതാ അങ്ങനെ നമ്മുടെ കൊഞ്ചും മാങ്ങ കറി റെഡിയായി. ഇത്തിരി ചാറോടുകൂടി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാമെന്നുള്ളതാണ്. അപ്പോൾ കൊഞ്ചും മാങ്ങയുടെ കഥയും കറി വയ്ക്കുന്ന രീതിയും മനസ്സിലായി, അതിൻ്റെ ഐതിഹ്യവും പക്ഷേ ഐതിഹ്യമല്ല കേട്ടോ, തലമുറകളായി ഇത് പറയുന്ന കഥയാണ്. ഇത് ഐതിഹ്യമല്ല, പണ്ട് ഉണ്ടായ അനുഭവം തലമുറകളായി കൈമാറിയ കഥയാണ് ഇത്. ഓക്കെ, അപ്പോൾ എല്ലാ പേരും ഈ കൊഞ്ചും മാങ്ങ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വയ്ക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബായ്. അത് ഞാൻ വിട്ടുപോയി. അവസാനം കുറച്ച് കറിവേപ്പില ഇങ്ങനെ നമ്മളൊന്ന് വിതറിയിടുക. ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല, കറിവേപ്പില ഇതിന് നല്ലതാണ്. ഞാൻ ഇത് വാങ്ങാറായിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ബായ്.